ഹായ്, ഇന്നൊരു വിഷമമുള്ള കാര്യം പറയാനുണ്ട്. എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിഗ്ഗിയിൽ നിന്ന് എനിക്ക് 1000 രൂപ പെനാൽറ്റി അടിച്ചു തന്നിരിക്കുക. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 24-ാം തീയതി, അതായത് ബുധനാഴ്ച ഈവനിങ് KFC നിന്ന് ഞാൻ ഫുഡ് എടുത്തിട്ട് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ആ ഫുഡ് ഞാൻ എടുത്തു എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കട്ടു. അന്ന് എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ, ബുധനാഴ്ച KFCയിൽ ഓഫറുള്ള ദിവസം. അവിടെ നിന്ന് ഫുഡ് കിട്ടാൻ ഭയങ്കര ഡിലേ ആവും. 6 മണി നേരത്തായിരിക്കും എനിക്ക് KFCയിൽ നിന്ന് ആദ്യം ഒരു ഓർഡർ അടിച്ചു. KFCയിലത്തെ സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ അരമണിക്കൂറിന് മുകളിൽ പിടിക്കും എന്ന് പറഞ്ഞു ഫുഡ്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ഏജൻറ്റിനെ, അതായത് സ്വിഗ്ഗിയുടെ സപ്പോർട്ടിലേക്ക് വിളിച്ച് ആ ഓർഡർ അൺഅസൈൻ ചെയ്തു. അതിൻ്റെ പിന്നാലെ തന്നെ തൊട്ട് പിന്നാലെ അവിടെ നിന്ന് തന്നെ വീണ്ടും ഓർഡർ അടിച്ചു. അതും ഇത്ര ഡിലേ ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ സപ്പോർട്ട് ഏജൻറ്റിനെ വീണ്ടും വിളിച്ച് അതും അൺഅസൈൻ ചെയ്തു. അതിൽ ഒരു ഓർഡർ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് അൺഅസൈൻ ചെയ്ത് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അന്ന് ആ സമയത്ത് എനിക്ക് KFCയിൽ നിന്ന് 2 ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ഓർഡറും അവിടെ ഫുഡില്ലാത്ത കാരണമാണ് ഞാൻ അൺഅസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഇല്ലാത്ത ഫുഡ് ഞാൻ എങ്ങനെ അടിച്ചു മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ സംഭവത്തിന് മുൻപ് എനിക്ക് 2 ബർഗർ ക്യാൻസലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റമർ കോൾ എടുക്കാത്ത കാരണം സപ്പോർട്ട് ടീമിനെ വിളിച്ചിട്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തത്. ആ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായി. അതിൻ്റെ പൈസ പിടിച്ചാൽ തന്നെ എനിക്ക് ഇത്ര വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഞാൻ അറിയാത്തൊരു കാര്യം. ഇന്നത്തെ ദിവസം വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 700 രൂപ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. ഈ 700 രൂപയും ഈ പറയുന്ന 1000 രൂപയും നാളെ സ്വിഗ്ഗിയുടെ അക്കൗണ്ടിലേക്ക്, അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കുക. നീ ഒരുത്തൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓട്ടം നിർത്തിയോണ്ട് ഇവിടെ ഒരു ചുക്കം സംഭവിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ശരിയാണ്, സ്വിഗ്ഗിയിൽ നിന്ന് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കം സംഭവിക്കാൻ പോകില്ല. പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് മാറാൻ എനിക്കിങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്. ഈ ജോലി നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ബ്ലാങ്കാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.